പ്രിയപ്പെട്ടവരെ, എട്ടാമത് അന്താരാഷ്ട്ര പുസ്തകോത്സവത്തെക്കുറിച്ച്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്നലെ പ്രസംഗിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. ലഘുവെങ്കിലും അതിൻ്റെ പ്രാധാന്യം വിശദമാക്കുന്ന ഒരു പ്രസംഗം ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. ഇന്ന് ഞാൻ രചിച്ച ഒരു പുസ്തകം പ്രകാശിപ്പിക്കുക എന്ന കാരുണ്യമാണ് DC ബുക്സ് ഇവിടെ പ്രകടിപ്പിച്ചത്. അതിന് നന്ദി പറയുകയല്ലാതെ മറ്റെന്താണ് ഞാൻ ചെയ്യുക എന്നെനിക്ക് നിശ്ചയമില്ല. പുസ്തകത്തെക്കുറിച്ച് പുസ്തകം വായിക്കുന്നവരാണ്, രചിക്കുന്നവരല്ല അഭിപ്രായം പറയേണ്ടത്. അവർക്ക് അത് ഹൃദ്യമാകുമെങ്കിൽ ഞാൻ അവതരിപ്പിക്കുന്ന ആശയങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ ഞാനതിൽ കൃതാർത്ഥനായി. മലയാളത്തിൽ DC ബുക്സിന് നിലവാരമുള്ള പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന കാര്യത്തിൽ ഏകാന്തമായ സ്ഥാനമാണ് ഉള്ളത്. മറ്റൊരു പ്രസാധക സംഘവും മാനദണ്ഡത്തിന് ഇത്രത്തോളം പ്രാധാന്യം നൽകുന്നില്ല എന്നാണ് ഞാൻ കാണുന്നത്. DC ബുക്സ് കേരളത്തിലും വിദേശത്തുമുള്ള ഗ്രന്ഥകാരന്മാരുടെ നിലവാരമുള്ള പുസ്തകങ്ങൾ പ്രസിദ്ധപ്പെടുത്തുന്നതിലൂടെ മലയാളത്തിൻ്റെ സാഹിത്യാഭിരുചി മെച്ചപ്പെടുത്തുക മാത്രമല്ല, മലയാളികളുടെ ആസ്വാദനാഭിരുചിയെ വിശ്വസാഹിത്യവുമായി ബന്ധപ്പെടുത്തുക കൂടി ചെയ്യുന്നുണ്ട്. ആ സാംസ്കാരിക ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുസ്തകോത്സവം വളരെ ചിട്ടയോടും ആകർഷകത്വത്തോടും കൂടി DC ബുക്സ് എല്ലാ വർഷവും ഇവിടെ സംഘടിപ്പിക്കുന്നത്. അതിനോട് ചേർത്ത് പലതരം കലാപ്രകടനങ്ങൾ നടത്തുന്നത് സാഹിത്യത്തിന് ഇതര കലകളുമായുള്ള ബന്ധം അനുവാചകരെ ബോധ്യപ്പെടുത്തുന്നതിന് ഉപകരിക്കുകയും ചെയ്യും. അങ്ങനെ DC ബുക്സ് വർഷം തോറും ഇവിടെ നടത്തുന്ന ഈ പുസ്തകോത്സവത്തിന് ഒരു യാഗത്തിൻ്റെ വിശുദ്ധിയും ഉത്സവത്തിൻ്റെ ആനന്ദവും അനുവാചകരിൽ പകരാൻ കെൽപ്പുണ്ട്. അത് വർഷം തോറും നടക്കണം എന്ന് നഗരവാസികളായ ഞങ്ങൾ, നമ്മുടെ വളരെ ബഹുമാനപ്പെട്ട MLA ഇവിടെയുണ്ട്, ഞങ്ങളെപ്പോലുള്ളവർ, ഞാനിവിടുത്തെ ഒരു എളിയ പൗരനെന്ന നിലയിൽ, പൊതുപ്രവർത്തകനെന്ന നിലയിൽ ഞങ്ങൾ രണ്ടുപേരും വർഷം തോറും ഈ പുസ്തകോത്സവം ഇവിടെ വരണമെന്നും വ്യവസായ നഗരം എന്ന് അറിയപ്പെടുന്ന ഈ നഗരത്തിന് ഒരു സാംസ്കാരിക മുഖം പ്രദാനം ചെയ്യുന്നതിന് പരിശ്രമിക്കണമെന്നും പ്രസാധകരോട് അപേക്ഷിക്കുന്നു. ആ അപേക്ഷ DC ബുക്സിൻ്റെയും രവി DCയുടെയും മറ്റ് ഭാരവാഹികളുടെയും മുമ്പിൽ സമർപ്പിക്കുക എന്നതല്ലാതെ മറ്റൊന്നും ഈ സന്ദർഭത്തിൽ എൻ്റെ ചുമതലയിലില്ല. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, നിങ്ങളെ നമസ്കരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.